ഹായ് ഹലോ, അൻവി ദ ഡ്രീം വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കാഷ്യൂനട്ട് തീയലായാലോ. ആവശ്യമായിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചതുരത്തില്, അതേപോലെ തന്നെ കത്രിക്ക എടുത്തിട്ടുണ്ട്, ചതുരത്തിൽ അരിഞ്ഞെടുത്തു. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചതുരത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് ചെറിയ ഉള്ളി അഥവാ കൊച്ചുള്ളി. ഇതേപോലെ കുറച്ച് ആവശ്യത്തിന് കൊച്ചുള്ളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് പൊളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ. ചേരുവകളായിട്ട് ഇത്രയും മതി. തീയലായതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് തിരുമ്മി വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയാൽ മതി കേട്ടോ. ഒരുപാട് കരിഞ്ഞുകൊണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുക്കണം. ഞാൻ കുറച്ച് പിഴുപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമ്മൾ ഇന്ന് ചട്ടിയിലാണ് ചെയ്യുന്നത്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട്, നമുക്ക് തീയലായതുകൊണ്ട് ചട്ടിയിൽ വെക്കുമ്പോൾ വേറൊരു സ്വാദ് തന്നെ. അന്നേരം ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് കറിവേപ്പില ചേർത്ത് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ. കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഈ വഴണ്ട് വരുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. നമ്മൾ ഓരോ പച്ചക്കറി ഇടുമ്പോഴായാലും ഈ ഉള്ളി വഴലുമ്പോഴായാലും നല്ലൊരു മണമാണ് അടുക്കള ഫുള്ളും. അതിന് ഞാൻ നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചതുരത്തിൽ അരിഞ്ഞ് വെച്ച തക്കാളിയാണ്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കത്രിക്കയും ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാനുണ്ട്. കത്രിക ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം അത് തീയലിൽ ചേർത്താൽ മതി. എനിക്ക് കത്രികയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതോടെ ചേർത്തത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പച്ചമുളക്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ചെറിയ ഉള്ളി കീറിയിട്ടതും തക്കാളിയും പച്ചമുളകും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് ചതുരത്തിലരിഞ്ഞ് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് തീയിൽ നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയാണ്. വെന്ത് കഴിയുമ്പം 1-2 കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം കീറിയെടുത്ത കാഷ്യൂനട്ടൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. കാഷ്യൂനട്ട് അധികം വേവ് വേണ്ട കേട്ടോ, നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നാൽ മതി. പാകത്തിന് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാഷ്യൂനട്ടൂടെ ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കശുമാവ് ഇത് ഞാൻ മരത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. ഇത് കീറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിലൊന്നും കറ വീഴാതെ. കറ വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളി വരും. ഇത് നല്ല പച്ച കാഷ്യൂനട്ടാ കേട്ടോ. പച്ചയ്ക്ക് കഴിക്കാനായാലും പണ്ടത്തെ ഓർമ്മ വെച്ചിട്ട് ചുട്ട് കഴിക്കാനും നല്ല സ്വാദ് തന്നെ കേട്ടോ. ഓർമ്മയുണ്ടോ കണലിനകത്തൊക്കെ വെച്ചിട്ട് ഒരു ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് കഴിക്കുന്നേ? നൊസ്റ്റാൾജി. അതിന് നമ്മുടെ കഥ അവിടെ നിൽക്കട്ടെ. തീയൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിള വരാൻ വെയിറ്റ് ചെയ്യാം. അന്നേരം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അൻവി ദ ഡ്രീം.